18ാമത്തെ പേജിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് സുരക്ഷാ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകി വിവരാവകാശ നിയമം അനുസരിച്ച് നൽകിയ മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ ഭൂകമ്പ മാതൃകയിലെ റെക്കോർഡിംഗ്സ് നമ്മൾ ആവശ്യപ്പെടുകയും അതിന് കിട്ടിയ മറുപടിയുമാണിത്. ആ മറുപടി ഞാനൊന്ന് വായിക്കാം. Referring to the above, I am reporting that 21 numbers earthquakes were recorded in KSEBL owned analog seismic stations in Idukki district from 1st February 2020 to 31st March 2020. 5 മാസത്തെ കാലാവധിക്കിടയ്ക്ക് റിക്ടർ സ്കെയിലിൽ ഭൂചലനമെന്ന് രേഖപ്പെടുത്താവുന്ന 21 ഭൂചലനങ്ങൾ നടന്നിരിക്കുന്നു. അതിനോടനുബന്ധിച്ച് 19-20 പേജുകളിൽ കാണുന്ന റെക്കോർഡിംഗ് അതുപോലെ നേരിയ ഏകദേശം 60 ചലനങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ KSEB അത് 21 പറയുന്നതിന് കാരണം ഏറ്റവും മൈനർ റീഡിങ്സ് അവര് ഭൂചലനമായിട്ട് കണക്കാക്കാത്തത് കൊണ്ടാവാം. 5 മാസത്തെ കാലാവധിക്കിടയിൽ 21 ഭൂചലനം. അവിടെയാണ് 850 മീറ്റർ ഉയരത്തിൽ സമതലത്തിനേക്കാൾ കടൽ നിരപ്പിനേക്കാൾ 850 മീറ്റർ ഉയരത്തിൽ 15 TMC വെള്ളം തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഈ തടഞ്ഞു നിർത്തിയ വെള്ളം സുപ്രീം കോടതിയുടെ തന്നെ കണക്കുകൂട്ടൽ അനുസരിച്ച് 2006 അവർ പറയുന്നു, ഇൻ ദ ഇവന്റ് ഓഫ് എ ഡിസാസ്റ്റർ, എന്തെങ്കിലും തരത്തിൽ ഡാമിന് അപകടം സംഭവിച്ചാൽ എന്ത് നടക്കുമെന്നുള്ള കാര്യം അവിടെ പറയുന്നു. Assuming the worst happens, more than 11 TMC water would be taken by Idukki Dam. അതായത് മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഈ വെള്ളം ഇടുക്കി ഡാം കരുതിക്കൊള്ളുമെന്നാണ് എടുത്തുകൊള്ളുമെന്നാണ് പറയുന്നത്. ഇത് കേരള സർക്കാരിന് വേണ്ടി പീരുമേട് വില്ലേജ് ഓഫീസർ തയ്യാറാക്കിയ ലേ ഔട്ടാണ് താലൂക്ക്. ഇതാണ് മുല്ലപ്പെരിയാർ ഡാം, ഇതാണ് ഇടുക്കി ഡാം. മുല്ലപ്പെരിയാർ പൊട്ടിയാൽ കോമൺ സെൻസ് ഉള്ള വിദ്യാർത്ഥി പറയും, പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥി പറയും, അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അനുസരിച്ച് അത് പൊട്ടി താഴോട്ട് അറബിക്കടലിനെ ലക്ഷ്യമാക്കിയായിരിക്കും പോവുക. സുപ്രീം കോടതി പറയുന്നു, ഈ ഡാം പൊട്ടിയാൽ അത് ചിട്ടപ്പടിയായി പട്ടാള ചിട്ടയിൽ മാർച്ച് ചെയ്ത് ഇടുക്കിയിൽ വന്ന് വീണുകൊള്ളും. ഇതാണ് കാര്യങ്ങൾ പഠിക്കാതെ സുപ്രീം കോടതി പറയുന്നതും സുപ്രീം കോടതിയുടെ നിയമം വിധികൾ രാജ്യത്തെ നിയമമായി മാറുന്നതിന്റെ ദുരവസ്ഥകൾ. കാര്യങ്ങൾ ശരിയായി മനസ്സിലാകാത്ത ന്യായാധിപന്മാരാണോ വിധി പറയുന്നത് എന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതുപോലെ 2014 വിധി, ഇത് 2006 വിധിയിലാണ് അത് പറയുന്നത്. 2014 വിധിയിൽ 190 പാരഗ്രാഫിൽ പറയുന്ന ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അന്ന് ഡാമിനെ സംബന്ധിച്ച കാര്യങ്ങൾ പഠിക്കുവാൻ വേണ്ടി ജസ്റ്റിസ് ആനന്ദിന്റെ നേതൃത്വത്തിൽ നിയമിച്ച 5-അംഗ കമ്മിറ്റിയിലെ 2 ടെക്നിക്കൽ വിദഗ്ധരാണ് ഡോക്ടർ തത്തയും പ്രൊഫസർ മേത്തയും. അവരുടെ റിപ്പോർട്ടിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, the Empower Committee carefully analyzed 2 studies. The study of above water level by photography and 2 study below water level by means of remote operated vehicle up to a safely reachable level. അതായത് മോളിൽ ഫോട്ടോഗ്രാഫി വഴിയും താഴെ റിമോട്ട് വെഹിക്കിളിൽ വെള്ളത്തിലേക്ക് ആഴ്ന്ന് ഇറങ്ങി ചിത്രങ്ങൾ എടുത്തുള്ള പഠനം. ആ വെള്ളത്തിന് ആ റിമോട്ട് വെഹിക്കിളിന് താഴോട്ട് പോകാൻ പറ്റിയത് അപ് ടു എ സേഫ്റ്റി റീച്ചബിൾ ലെവൽ. അതിന് താഴോട്ട് പോകാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ഡാമിന്റെ ഭിത്തി ഇടിഞ്ഞ് അവിടെ മണ്ണ് കൂടി കിടക്കുകയാണ്. മണ്ണ് കൂടി കിടക്കുന്നത് കൊണ്ട് ഈ റിമോട്ട് വെഹിക്കിളിന് പോകാനാവാത്ത അവസ്ഥ എന്ന് പറഞ്ഞിട്ടും ഡാം സേഫ് ആണ് എന്ന് പറയുന്നതാണ് നമ്മുടെ സുപ്രീം കോടതിയുടെ വിധി. ഡാം ബലപ്പെടുത്തലൊക്കെ നടന്നിരിക്കുന്നത് ഇപ്പുറത്തെ ഭാഗത്താണ്, ഡാം വെള്ളം ഇല്ലാത്ത ഭാഗത്താണ്. അപ്പുറത്തെ ഭാഗത്ത് കാര്യങ്ങൾ എത്രമാത്രം ഭയാനകമാണെന്ന് ഇത് വിളിച്ചു പറയുന്നു. മുല്ലപ്പെരിയാർ ഡാമിൽ കേരളത്തിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്ന ശ്രീ ജോർജ് ഡാനിയലിന്റെ ഒരു വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആണ്, നിങ്ങളത് കേൾക്കാൻ സാധിക്കും. അദ്ദേഹം ഈ വെഹിക്കിളിനോട് കൂടി ഇറങ്ങിയ ആളാണ്. ബസ്സുകൾക്ക് പാർക്ക് ചെയ്യാൻ തക്ക സ്ഥലങ്ങൾ ഉള്ള പൊള്ളയായ സ്ഥലങ്ങൾ അവിടെ ഉള്ളതായിട്ട് ഈ പ്രസംഗത്തിൽ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും. അത് പോയി പരിശോധിക്കുകയാണ്. അങ്ങനെ നമ്മള് ഗുൽഷൻ രാജ് നമ്മൾ അതുകൊണ്ട് മറുപടി ചോദിച്ചു, സാർ 2014 വിധിയിൽ
അടിയന്തരമായിട്ട് സമയബന്ധിതമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി മറുപടിയാണ് പേജ് നമ്പർ 21 നിങ്ങൾക്ക് തന്നെ നോട്ടിൽ കാണുന്നത്. സെൻട്രൽ വാട്ടർ കമ്മീഷൻ സുരക്ഷാ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന മറുപടിയിൽ പോയിന്റ് നമ്പർ 3 ഒന്ന് ശ്രദ്ധിക്കുക. ഇടതുവശത്ത് സുരക്ഷയുടെ ചോദ്യങ്ങളും വലതുവശത്ത് ഉത്തരവുമാണ്. സുപ്രീം കോടതി വിധി പറ്റിയ ചോദ്യം. In the above order of the Honorable Supreme Court, in para 195, it is stated that both the main and Baby Dam are structurally safe. FRL flood reserve level can be restored to the pre-1979 position. അതായത് 153 അടിയിലേക്ക് ഉയർത്താം. Following maintenance and repair measures should, however, be carried out in a time-bound manner. ആറ് കാര്യങ്ങൾ എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, according to expert advice, so that its safety continues to remain present. അതിന്റെ താഴെ നമ്മുടെ ചോദ്യം, have these works been carried out in a time-bound manner? If so, please furnish us the details of the same. ഈ കാര്യങ്ങൾ സമയബന്ധിതമായിട്ട് നിങ്ങൾ ചെയ്തിട്ടില്ല അതിന്റെ വിവരങ്ങൾ തരണമെന്ന് പറഞ്ഞപ്പോൾ വലതുവശത്ത് അവരുടെ ഉത്തരമാണ്. As discussed and finalized during the 6th meeting of the Supervisory Committee of Mullaperiyar Dam, the implementation of the recommended measures for the structural safety of the dam, the Supervisory Committee was convinced that it is beyond the scope and agenda of the committee as it pertains to the measures to be undertaken prior to the restoring of FRL up to 152 feet. Accordingly, the matter does not fall under the purview of the Supervisory Committee. ഇത് 152 അടിയിലേക്ക് പൊക്കുമ്പോൾ മാത്രം ചെയ്താൽ ഉള്ള കാര്യങ്ങളാണ്, അതുകൊണ്ട് ഇത് ഞങ്ങളുടെ പണിയല്ല എന്ന് സെൻട്രൽ വാട്ടർ കമ്മീഷൻ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ ചെയർമാന് വേണ്ടി നൽകിയ ഉത്തരത്തിൽ എഴുതിയിരിക്കുകയാണ്. സമയബന്ധിതമായി നിലവിൽ ഡാമിനെ സുരക്ഷിതമാക്കുവാൻ വേണ്ടി അടിയന്തരമായി ചെയ്യണമെന്ന് സുപ്രീം കോടതി 2014 പറഞ്ഞ കാര്യം 2021 ചെയ്യാതിരിക്കുകയാണ്. ആവശ്യമായ സമയത്തിന് ഒരു കെട്ടിടത്തിന് വേണ്ട അറ്റകുറ്റപ്പണികൾ ചെയ്തില്ലെങ്കിൽ ഓരോ നിമിഷം മുന്നേറുമ്പോഴും അത് കൂടുതൽ ദുർബലമായിക്കൊണ്ടിരിക്കുമെന്നുള്ളത് സാമാന്യ ജ്ഞാനം മാത്രമാണ്. അതുപോലെ തന്നെ 23-ാമത്തെ പേജിൽ നമ്മുടെ അടുത്ത ചോദ്യം വരികയാണ്. The Dam Safety Organization, Central Water Commission, the Government of India has laid down the criteria and guidelines for evacuating storage reservoirs, sizing, low-level outlets and initial funding of reservoirs. അടിയന്തര ഘട്ടത്തിൽ ജലം ഒഴുകിക്കൊണ്ട് പോകുവാനുള്ള ഇവാക്യുവേഷൻ ടണൽസിന്റെ കാര്യം ഇന്ത്യയിലെ എല്ലാ ഡാമുകൾക്കും ബാധകമായിട്ടുള്ള ഗൈഡ് ലൈൻസിൽ പറയുന്നുണ്ട്. അത് തുടർന്ന് പാരഗ്രാഫ് സി പറയുന്നു, ഫർദർ digging of a new tunnel at elevation 50 feet, of course after conducting surveys etc., and these studies will have to be undertaken within the specific time frame. More importantly, if this alternative is implemented in an agreed time period, the fear perception in the minds of people of state of Kerala will be set at rest. Supreme Court പറയാണ്, ഇപ്പോൾ ഉള്ളതിന്റെ 50 അടി എലവേഷനിൽ ഈ ടണൽ നിർമ്മിച്ചാൽ കേരളത്തിലെ ജനങ്ങളുടെ ഭീതി വളരെ കുറയുവാൻ സഹായിക്കും. നമ്മൾ ഈ കാര്യവും സൂപ്പർവൈസറി കമ്മിറ്റിയോട് ചോദിച്ചപ്പോൾ അതും ഞങ്ങളെ ബാധിക്കുന്നതല്ലാത്തതിനാൽ ഇതേവരെ ഒന്നും ചെയ്തിട്ടില്ല എന്നതാണ് അവരുടെ മറുപടി തന്നിരിക്കുന്നത്. അതിന്റെ തൊട്ടടുത്ത പേജിലേക്ക് പോയാൽ ഇന്ത്യയിലുള്ള എല്ലാ ഡാമുകൾക്കും പൊതുവായി ബാധകമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഫോർ preparing operation and maintenance manual for dam. അതില് പേജ് 26 ആദ്യത്തെ നിർദ്ദേശം, all dams, ഇന്ത്യ ഒട്ടാകെയുള്ള എല്ലാ അണക്കെട്ടുകളും should be provided with low level outlets of adequate capacity to lower the reservoir water level to a specified elevation
for inspection, maintenance and repair to control the rate of reservoir pool rising during initial filling and for emergency drawdown. അടിയന്തര ഘട്ടങ്ങളിൽ വെള്ളമൊഴുക്കി അപകട സാധ്യത കുറയ്ക്കുന്നതിനായിട്ട് ലോ ലെവൽ ഔട്ട്ലെറ്റ്സ് നിർബന്ധമായിരിക്കണം. ഇക്കാര്യം 2014 സുപ്രീം കോടതി വ്യക്തമായിട്ട് പറയുകയും ഇത് ഡാമിന്റെ ഉടമയായ തമിഴ്നാടാണ് ചെയ്യേണ്ടതെന്നും അത് 1 വർഷത്തിനകം ആരംഭിക്കണമെന്നും പാരഗ്രാഫ് 2214 വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 28ാമത്തെ പേജിൽ തൊട്ടടുത്ത പേജിലേക്ക് പോകുമ്പോൾ 28ാമത്തെ പേജിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന് കിറ്റാം യൂണിവേഴ്സിറ്റി ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ പ്രൊഫസർ ടി ശിവാജി റാവുവിന്റെ ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ലഭ്യമായിട്ടുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിന്റെ അവസാന ഭാഗം മാർക്ക് ചെയ്തിരിക്കുന്നത് 1ാം പേജിന്റെ അവസാന ഭാഗം. ഡ്യൂ ടു ദിസ് ഡിസാസ്റ്റർ ഇൻ വെയിറ്റിംഗ് ഇൻ ദ വിങ്, സംഭവിക്കുവാൻ കാത്തിരിക്കുന്ന ഈ ദുരന്തം, more than a lakh of people between the dam and the Idukki reservoir 40 kilometers below the dam, and more than 35 lakh of people in the lower reaches of Periyar up to Ernakulam Cochin belt will be drawn, causing not only loss of millions of human and animal population, but also precious housing properties and agricultural fields, placing a total loss amounting to more than 1 lakh crores of rupees. This economic burden will have to be borne directly or indirectly by all the people of various states in the country. ആ റിപ്പോർട്ട് തുടരുകയാണ്. ആ റിപ്പോർട്ടിന്റെ അവസാന പാരഗ്രാഫും കൂടെ മാത്രം ഒന്ന് വായിക്കുകയാണ്. അവസാന പാരഗ്രാഫ് പേജ് 31ന്റെ അവസാനത്തെ വരി. The dam break model was run by assuming that the disaster will occur during a rainy season when all the tributaries of Periyar and the dams over them will be completely full, and this additional flood due to Mullaperiyar dam break will cause the flood havoc, killing about 35 lakhs of people in the zone of influence of floods. While some of the dams at Idukki may overflow and cause flood havoc in the intermediate zones of Thodupuzha and Movattupuzha, there will be additional water inflow from the several tributaries like Idamalaya that add fuel to the fire, and consequently the flood depths presented here are bounded to be under the estimated to some extent. Mullaperiyar Dam is bound to collapse for several reasons, including deterioration of construction materials, frequent earthquakes, emerging extreme floods due to global warming and climate change impact, poor construction, mechanical or human failures. Hence, Kerala people must visualize this emerging scenario and exert pressure over their government to save their lives and property by taking timely action, because a stitch in time saves 9. ഈ പഠന റിപ്പോർട്ട് നടത്തിയ പ്രൊഫസർ ശിവാജി റാവു ആരാണെന്ന് ഇന്റർനെറ്റിലൂടെ കണ്ടെത്തി നിങ്ങൾ തന്നെ മനസ്സിലാക്കുക എന്ന് മാത്രമേ എനിക്ക് അപേക്ഷിക്കുവാനുള്ളൂ.